ഇന്ന് ദുഃഖവെള്ളി, ഗുഡ് ഫ്രൈഡേ. എല്ലാ കണ്ണുകളും കാൽവരിയിലെ ക്രൂശിതനിൽ നസ്രായനായ യേശു ക്രിസ്തുവിലേക്ക് ഉയരുന്ന വിശുദ്ധ ദിനം. അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ, അഗാധമായ ആത്മത്യാഗത്തിൻ്റെ ദിവ്യമായ കാഴ്ച. ക്രൂശിതനായ ക്രിസ്തു ഇന്ന് ലോകത്തിൻ്റെ പ്രത്യാശയായി, മാനവ രക്ഷയുടെ അടയാളമായി ഉയർന്നു നിൽക്കുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന യേശുവിൻ്റെ വചനത്തിൻ്റെ ഉത്തമ സാക്ഷാത്കാരം. ഈ ദുഃഖവെള്ളിയിൽ യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും ധ്യാനിക്കുവാൻ തിരുവനന്തപുരം നഗരിയിലൂടെ നമ്മൾ അനുഷ്ഠിച്ച ഈ പരിഹാര കുരിശിൻ്റെ വഴി ഒരു അനുഭവമാണ്. ഒപ്പം നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹനീയ സാക്ഷ്യം കൂടിയാണ്. എന്തിനു വേണ്ടിയായിരുന്നു, ആർക്കു വേണ്ടിയായിരുന്നു ക്രിസ്തുവിൻ്റെ ഈ പീഡാനുഭവവും കുരിശ് മരണവും? ഏശയ്യാ പ്രവാചകൻ അതിനുത്തരം മുൻകൂട്ടി നമുക്ക് പറഞ്ഞു തന്നു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ശതങ്ങളാൽ നാം സൗഖ്യമാക്കപ്പെട്ടു. നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യകുലം മുഴുവനും വേണ്ടിയുമായിരുന്നു ക്രിസ്തുവിൻ്റെ പീഡാനുഭവവും കുരിശ് മരണവും. പീഡിതനും ക്രൂശിതനുമായ യേശു ഇന്ന് നമുക്ക് നൽകുന്ന ജീവിത സന്ദേശം എന്താണ്? ജീവിതം ജീവിതയോഗ്യമാകുന്നത് അത് നമുക്ക് വേണ്ടിയുള്ളതാകാതെ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാകണം എന്നല്ലേ? നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, കൂടെയുള്ളവർക്ക് വേണ്ടി, സഹജീവികൾക്ക് വേണ്ടി ക്ലേശങ്ങളും നഷ്ടങ്ങളും ത്യാഗങ്ങളും ഏറ്റെടുക്കണം എന്നല്ലേ? നമ്മുടെ കടമകളിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും പ്രതിബന്ധങ്ങളിൽ നിന്നും ഒളിച്ചോടാതെ അവ സധൈര്യം നേരിടാനും മുന്നേറാനുമല്ലേ? ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യകളും രാസലഹരിയും അതിക്രമങ്ങളും എന്തിൻ്റെ സൂചനകളാണ്? ക്രൂശിതനായ ക്രിസ്തുവിന് തൻ്റെ ജീവിത ദർശനം വളരെ വ്യക്തമായിരുന്നു. അവിടുന്ന് അരുളി ചെയ്തു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ വഴി തൻ്റെ ജീവിതമാകുന്ന ഗോതമ്പ് മണി അഴിയുന്നതിൻ്റെ അതിന് യേശു സ്വയം അനുവദിക്കുന്നതിൻ്റെ ഉദാത്തമായ നേർക്കാഴ്ചയാണ്. സ്നേഹത്തിൻ്റെ, ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ ഈ പാതയിലൂടെ ഇന്നത്തെ ലോകത്തിൽ ക്രൈസ്തവ വിശ്വാസം ജീവിക്കാൻ ക്രൂശിതൻ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. സ്വകാര്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അയൽപക്ക സമൂഹങ്ങളിലും വിദ്യാലയങ്ങളിലും തൊഴിലിടങ്ങളിലും പൊതുരംഗങ്ങളിലും നമുക്കത് സാധിക്കണം. യേശുവിൻ്റെ പീഡാനുഭവം ചരിത്രത്തിലൂടെ ഇന്നും തുടരുന്നുണ്ട്. ഇന്നത്തെ ലോക സാഹചര്യങ്ങളും ആളുകളുടെ ജീവിത അവസ്ഥകളും അനുദിന കുരിശിൻ്റെ വഴിയുടെ ഇടങ്ങളായി മാറുന്നു. അവിടെ പീഡിതനായ ക്രിസ്തുവിൻ്റെ സഹനവും വേദനകളും നമ്മുടെ സഹോദരീ സഹോദരന്മാരായ അനേകം ആളുകളിൽ കാണാനാകും. ദരിദ്രരിൽ, രോഗികളിൽ,
ഭവനരഹിതരിൽ, അഭയാർത്ഥികളിൽ, അക്രമം, യുദ്ധം, ഭീകരാക്രമണം, മതപീഡനം തുടങ്ങിയവയ്ക്ക് ഇരകളാക്കപ്പെട്ടവരിൽ, സ്ത്രീ പുരുഷന്മാരുടെ വേദനയും സഹനവും നിറഞ്ഞ മുഖങ്ങളിൽ പീഡിതനായ, കുറ്റാരോപിതനായ, ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ തിരുമുഖം കണ്ടെത്താനാകും. ഇത്തരം സന്ദർഭങ്ങളിൽ മറ്റുള്ളവരുടെ ക്ലേശങ്ങൾ ചുമക്കുന്ന സിമിയോനാകാൻ നമുക്ക് അവസരമുണ്ട്. അവരുടെ വേദനയുടെ മുഖം തുടയ്ക്കുന്ന വെറോനിക്കയാകാനും അവസരമുണ്ട്. മരണവിനാഴികയിൽ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ മറിയവും വത്സല ശിഷ്യനുമാകാൻ സന്ദർഭമുണ്ട്. ക്രൂശിതൻ്റെ മൃതശരീരം സംസ്കരിക്കാനെത്തിയ അരിമതിയാക്കാരൻ ജോസഫും നിക്കദേമോസുമാകാൻ അവസരമുണ്ട്. നമ്മൾ അതിന് സന്നദ്ധരാണോ? ഇതാണ് ക്രൂശിതൻ ഉയർത്തുന്ന വെല്ലുവിളി. എളിയവരുടെ അവകാശങ്ങളും ദരിദ്രരുടെ ന്യായമായ ആനുകൂല്യങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള യജ്ഞത്തിൽ യേശുവിനെ പോലെ അനേകർ ഇന്ന് വ്യാപൃതരാണ്. തങ്ങളുടെ ഭൂമിയും ഭവനവും സംരക്ഷിക്കാൻ പോരാടുന്ന മുനമ്പം നിവാസികൾ, തൊഴിലും തീരവും ആഴക്കടൽ മത്സ്യ ആവാസ വ്യവസ്ഥയും സംരക്ഷിക്കാൻ കടൽ മണൽ ഖനനത്തിനെതിരെ പോരാടുന്ന തീരദേശ ജനത, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് ഇരയാകുന്ന മലയോര ജനതയുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ആളുകൾ, ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യങ്ങളും ആവശ്യപ്പെട്ട് നിരാഹാര സമരം നടത്തുന്ന ആശാപ്രവർത്തകർ, ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും വീണ്ടെടുക്കാൻ പൊരുതുന്ന ജനവിഭാഗങ്ങൾ, ഇവരോടൊപ്പം ചേരാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നമുക്ക് സാധിക്കുമോ? ഇതാണ് ക്രൂശിതൻ ഉയർത്തുന്ന വെല്ലുവിളി. ദരിദ്രരും ചൂഷിതരുമായ ജനങ്ങളുടെ നീതിക്ക് വേണ്ടി കുരിശിൻ്റെ വഴിയിൽ ജീവിച്ച് തങ്ങളുടെ ജീവൻ ബലിയർപ്പിച്ച എത്രയോ മിഷണറിമാർ, നക്ഷത്ര ശോഭയോടെ അവർ നമുക്ക് മാതൃകയും പ്രചോദനവുമായി നിൽക്കുന്നു. സിസ്റ്റർ റാണി മരിയ, ഫാദർ സ്റ്റാൻ സ്വാമി ഉദാഹരണമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ധാരാളം വൈരുദ്ധ്യാത്മകമായ സംഗതികൾ കാണുവാൻ സാധിക്കും. നമ്മുടെ നോമ്പാചരണം, പരിഹാര പ്രവൃത്തികൾ, പരിത്യാഗങ്ങൾ മുതലായവ ഒരു പരിധിവരെ ശരീരത്തെ മെരുക്കുവാൻ സഹായിക്കുന്നു. എന്നാൽ നമ്മുടെ ഉപഭോക്തൃ സംസ്കാരം ഒന്നിനൊന്ന് വർദ്ധിക്കുന്നു. ഭക്ഷണം, വസ്ത്രം, ഭവനം, ജീവിത സൗകര്യങ്ങൾ മുതലായവയിൽ ആർത്തി നമുക്ക് കൂടുന്നു. ഇതൊരു വിരോധാഭാസമാണ്. ശരീരത്തെ മെരുക്കുവാൻ സാധിക്കുന്നുവെങ്കിലും മനസ്സിനെ മെരുക്കുവാൻ, പാകപ്പെടുത്തുവാൻ നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾക്ക് സാധിക്കുന്നില്ല. ഈ വൈരുദ്ധ്യം അനുഭവപ്പെടുന്നിടത്താണ് യേശുവിൻ്റെ പീഡാനുഭവവും കുരിശുമരണവും പ്രത്യാശയുടെ പാത കാണിച്ച് തരുന്നത്. ബലഹീനതയിൽ നിന്നും സന്നദ്ധതയിലേക്ക്, ശക്തിയിലേക്ക് നയിക്കുന്നതാണ് യേശുവിൻ്റെ പീഡാസകന യാത്ര. ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ ബലഹീനത അതിജീവിച്ച അനുഭവം നമുക്കുണ്ടാകണം. യേശുവിൻ്റെ കുരിശിൻ്റെ വഴിയിൽ അരങ്ങേറുന്ന പല സംഭവങ്ങളും, അതിൽ സ്ത്രീകളുടെ സാന്നിധ്യം പ്രത്യേകം പ്രകടമാണ്. ജെറുസലേം സ്ത്രീകൾ, വെറോനിക്ക, പരിശുദ്ധ മറിയം. സഹതാപത്തിൽ നിന്ന് സഹാനുഭൂതിയിലേക്കും സഹാനുഭൂതിയിൽ നിന്ന് സഹവർത്തിത്വത്തിലേക്കും വളരാൻ ഇവർ നമ്മെ പ്രചോദിപ്പിക്കുന്നു. നമുക്കറിയാം, ജെറുസലേം സ്ത്രീകൾ അവർ സഹതാപം പ്രകടിപ്പിക്കുന്നു, അവർ കരയുന്നു, അവർ സങ്കടപ്പെടുന്നു. സഹതാപത്തിൽ നിന്ന് സഹാനുഭൂതിയിലേക്ക് വളരുന്നതാണ് വെറോനിക്ക. മനധൈര്യത്തിൻ്റെ മാതൃകയാണ് അവൾ. യേശുവിൻ്റെ മുഖം തുടയ്ക്കുമ്പോൾ കാണിക്കുന്ന അസാധാരണമായ ധൈര്യം നിലപാട് സ്വീകരിക്കുന്നതാണ്, സഹബ്ദപിക്കുന്നതല്ല. ധൈര്യം പകരുന്നതാണ്, ദൗത്യത്തിൽ നിന്ന് പിന്മാറുന്നതല്ല. മറിച്ച്
ദൗത്യം പൂർത്തിയാക്കാൻ ഒരു കൈ താങ്ങാകുകയാണ് വെറോനിക്ക. ഇവിടെ നിന്നും ഭവനങ്ങളിലേക്ക് മടങ്ങുമ്പോൾ സഹതപിക്കുന്ന മനസ്സിൽ നിന്ന് സഹാനുഭൂതിയിലേക്ക് വളരുകയാണ് വേണ്ടത്. സഹാനുഭൂതിയിൽ നിന്ന് വളരുന്ന വ്യക്തിക്ക് സഹവർത്തിത്വം ഉണ്ടാകണം. വലിയ മാതൃക പരിശുദ്ധ കന്യക മറിയമാണ്. സഹവർത്തിത്വം ഒരു ജീവിത ശൈലിയാണ്, അതൊരു ആധ്യാത്മികതയാണ്. അന്ത്യത്താഴത്തിന് ശേഷം യേശുവിൻ്റെ മേലുള്ള വിചാരണ ആരംഭിച്ചു. ശിഷ്യന്മാർ പരിസരത്തില്ല, അവർ മറഞ്ഞിരുന്നു, ചിതറിക്കപ്പെട്ടു, നിസ്സംഗത പാലിക്കുന്നു, തികച്ചും ഒറ്റയാന്മാരായി മാറുന്നു. മകൻ്റെ വേദനയുടെയും മരണത്തിൻ്റെയും നേരത്ത് അപ്രത്യക്ഷരായവരെ കൂടെ ചേർക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ മറിയം. സഹവർത്തിത്വം ഇന്നിൻ്റെ ആധ്യാത്മികതയായി മാറണം. കഴിഞ്ഞ കാലത്തെ ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാറ്റി നിർത്തുന്നതോ ബഹിഷ്കരിക്കുന്നതോ അല്ല, ഒപ്പം നിർത്തി ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ് സഹവർത്തിത്വത്തിൻ്റെ ശൈലി. അങ്ങനെയൊരു ആത്മീയതയ്ക്ക് ഈ ദുഃഖവെള്ളി നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഏറെ വൈവിധ്യങ്ങളുള്ള ബഹുസ്വരത നിറഞ്ഞൊരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. വിവേചനമില്ലാതെ ഏവരെയും ഉൾക്കൊള്ളുന്ന, അംഗീകരിക്കുന്ന സഹവർത്തിത്വത്തിൻ്റെ ആത്മീയ പാതകളിലൂടെ നമുക്ക് യാത്ര തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.